പ്രിയപ്പെട്ടവരെ, മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അഭിലാഷം സിനിമാ സംവിധായകൻ ഷംസുദ്ദീനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നിർമ്മാതാവ് ആൻസരിക ആന്റണിയുടെ പരാതിയിലാണ് തൃപ്പൂണിത്തുറ പോലീസിന്റെ നടപടി. കരാറിനേക്കാൾ കൂടുതൽ തുക സിനിമാ ചിത്രീകരണത്തിനായി കൈവശപ്പെടുത്തിയെന്നും വിശ്വാസവഞ്ചന കാട്ടിയെന്നുമാണ് പരാതി. അഭിലാഷം സിനിമയിൽ പ്രവർത്തിച്ച 5 പേർക്കെതിരെയും പരാതിയുണ്ട്. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ഗുഡ് മോർണിംഗ്. ആദിൽ പാലോട്, അഭിലാഷം അത്ര അഭിലാഷമായില്ല എന്ന് തോന്നുന്നു അല്ലേ? അനഭിലാഷമായി പോയി. എന്താണ് നമ്മൾ പറയുമല്ലോ, അത്യാഗ്രഹം സംവിധായകന് വന്നാൽ ഇങ്ങനെ പൈസ അടിച്ചു മാറ്റുമോ എന്നുള്ളതാണ്. സംവിധാനം എന്നൊക്കെ പറയുന്നത് അതിൽ നമ്മളൊക്കെ സ്വപ്നം കണ്ട് ആളുകൾ ചേരുന്നൊരു പ്രൊഫഷനല്ലേ. അതിൽ നിർമ്മാതാവിനെ പറ്റിക്കാനുള്ളൊരു അവസരം കൂടിയാക്കി സംവിധായകൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഞെട്ടിക്കുന്ന വിവരമാണ്. എന്താ സംഭവം അതിൽ? ഗുഡ് മോർണിംഗ്. സംവിധായകന്റെ ഈ സാമ്പത്തിക തട്ടിപ്പ് അഭിലഷണീയമല്ല എന്നാണ് അരുൺകുമാർ പറയാൻ തോന്നുന്നത്. ഈ പരാതിയിൽ പറയുന്നതനുസരിച്ച് കേസെടുത്തിരിക്കുന്നത് 2.25 കോടി രൂപ ചെലവാകുമെന്ന് പറഞ്ഞാണ് ഈ ആൻസരിക ആന്റണിയിൽ നിന്നും പണം വാങ്ങുന്നത്, കരാർ എഴുതി പണം വാങ്ങുന്നത്. പിന്നീട് ഷൂട്ടിംഗ് തുടങ്ങിയ ശേഷം ഇത് 3.25 കോടിയായി, 3.25 ലക്ഷമായി ഉയർന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ സാമ്പത്തിക വഞ്ചനയുണ്ടായി എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. ഇത് ഷംസുദ്ദീനെതിരെ മാത്രമല്ല, ഈ സിനിമയിൽ പ്രവർത്തിച്ച മറ്റ് 5 പേർക്കെതിരെയും കേസുണ്ട്. അങ്ങനെ 6 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കരാറിനേക്കാൾ കൂടുതൽ തുക സിനിമാ ചിത്രീകരണത്തിനായി കൈവശപ്പെടുത്തി, സിനിമാ ചിത്രീകരണത്തിനിടയിൽ വിശ്വാസവഞ്ചന കാട്ടി എന്നിങ്ങനെയുള്ള കുറ്റങ്ങളും പരാതിയിൽ പറയുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് പോലീസ് ഷംസുദ്ദീനെ അറസ്റ്റ് ചെയ്തത്. ഷംസു സൈബ എന്നാണ് അഭിലാഷം സിനിമ സംവിധായകൻ അറിയപ്പെടുന്നത്. യഥാർത്ഥ പേര് ഷംസുദ്ദീൻ എന്നാണ്. ഷംസുദ്ദീനെ ഇന്നലെ രാത്രി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഏതായാലും അഭിലാഷം സിനിമയിൽ പ്രവർത്തിച്ച 6 പേർക്കെതിരെ ആൻസരിക ആന്റണിയുടെ പരാതി ഉണ്ട്. ആദ്യത്തെ പരാതി എന്നുള്ളത് ആദ്യം കരാർ എഴുതിയതിനേക്കാൾ കൂടുതൽ തുക കൈവശപ്പെടുത്തി എന്നുള്ളതാണ്. ഇതടക്കം പല രൂപത്തിൽ വിശ്വാസവഞ്ചന തന്നോട് കാണിച്ചു. നിർമ്മാതാവിനോട് സംവിധായകനും അണിയറ പ്രവർത്തകരും നീതി പുലർത്തിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. തട്ടിപ്പ് കൂടി ഇക്കാര്യത്തിലുണ്ട് എന്ന് കാട്ടിയാണ് പോലീസിൽ പരാതി നൽകിയത്. തൃപ്പൂണിത്തുറ പോലീസ് സംവിധായകനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഉടനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് നീക്കം. ഓക്കെ, താങ്ക് യു ആദിൽ പാലോട്.